നമുക്ക് മറുവിലയായി മരിച്ച് യേശുവിനെ നമ്മൾ ഉള്ളിൽ കയറ്റിയിരുത്തുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ അവൻ്റെ മക്കളായിത്തീരുകയാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. കർത്താവ് ഒന്നാമത് വന്നതുകൊണ്ടാണ് നമുക്ക് ദൈവ മക്കളാകുവാൻ കഴിഞ്ഞത്. ദൈവം നമ്മുടെ പിതാവായി തീർന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ പഠിച്ച കാര്യമാണ്, കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് നമ്മെ മണവാട്ടിയാക്കുവാനാണ്. പൗലോസ് പറയുമ്പോൾ, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മളെ മക്കളാക്കാനാണ്, മണവാട്ടിയാക്കാനാണ് യേശു കർത്താവ് ഒന്നാമത് വന്നത് എന്ന് നമ്മൾ കണ്ടു. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാക്കുവാൻ, യേശുവിനെ പിതാവാക്കാൻ, യേശുവിനെ മണവാളനാക്കാനായിട്ട് കർത്താവ് അവൻ്റെ ഒന്നാമത്തെ വരവ്. എന്നാൽ ഒന്നാമത്തെ വരവ് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നമുക്ക് തന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് അതാണ്. എന്നാൽ രണ്ടാമത്തെ വരവ് അവസരങ്ങളല്ല കൊണ്ടുവരുന്നത്. ഈ അവസരങ്ങൾ ഉപയോഗിച്ചവർക്ക് ഉള്ള അവരുടെ ഡെസ്റ്റിനേഷൻ, അവരെ എങ്ങോട്ട്, അല്ലെങ്കിൽ ഈ അവസരങ്ങൾ ഉപയോഗിച്ച് ദൈവത്തെ പിതാവാക്കി മകനായെങ്കിൽ, മണവാട്ടിയായെങ്കിൽ, ആ മണവാട്ടിയെ ചേർക്കുവാനാണ് അവൻ രണ്ടാമത് വരുന്നത്. ഒന്നാമത് വന്നത് മണവാട്ടിയാക്കാനാണെങ്കിൽ രണ്ടാമത് വരുന്നത് മണവാട്ടിയെ ചേർത്തുകൊള്ളുവാൻ. എന്നാൽ മണവാട്ടിയെ ചേർക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കണം, ലോകത്തെ ന്യായം വിധിക്കുവാനുമാണ് അവൻ വരുന്നത്. അതുകൊണ്ട് ഇനി മണവാട്ടിക്കും, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവർ അവനോടുകൂടെ എടുക്കപ്പെടും. ലോകത്തിന് ഇനിയും അവസരങ്ങളില്ല. യേശുവിൻ്റെ രണ്ടാമത്തെ വരവോടുകൂടെ അവസരങ്ങളെല്ലാം അവസാനിക്കുകയാണ്. ഒന്നാമത്തെ വരവിൽ നമുക്ക് ലഭിച്ച അവസരങ്ങളൊക്കെ രണ്ടാമത്തെ വരവോടുകൂടെ തീരുകയാണ്. പിന്നെ അവസരങ്ങളില്ല എന്ന് നമ്മൾ കണ്ടു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞതായ വാചകം, വളരെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് എന്നെ നിങ്ങളുടെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് നമ്മളെ ചേർക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, യഹൂദ പശ്ചാത്തലത്തിൽ വിവാഹത്തിന് മുമ്പ് വിവാഹ നിശ്ചയം എന്ന് നമ്മൾ പറയുന്ന ബെട്രോത്തലുണ്ട്. ആ ബെട്രോത്തലിൽ മണവാളൻ വന്ന് അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ മണിയറയിലേക്ക് പ്രവേശിക്കുകയല്ല, മണവാളൻ മടങ്ങിപ്പോകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മണവാളൻ്റെ ഭവനത്തിൽ ചെന്ന് ഈ മണവാട്ടിയെയും കൂട്ടിക്കൊണ്ട് ചെല്ലുമ്പോൾ അവർക്ക് താമസിക്കുവാനും മറ്റുമുള്ള സ്ഥലം ഒരുക്കിയിട്ട് പിന്നീടാണ് മണവാളൻ വരുന്നത്. ആ മണവാളൻ വരുന്ന ഡേറ്റ് ഒന്നും പറഞ്ഞൊന്നുമല്ല. പണ്ട് വാട്സാപ്പൊന്നും ഇല്ലല്ലോ. ഞാൻ 17-ാം തീയതി രാവിലെ വരുമെന്ന് പറയാനൊന്നും വാട്സാപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മണവാളൻ വരുമ്പോൾ അവൻ്റെ കൂട്ടുകാരും ഒരുമിച്ച് വന്ന് ആർപ്പുവിളിയോടെയാണ് വരുന്നത്. അങ്ങനെ വരുന്ന ആ ഒരു ശബ്ദം കേൾക്കാൻ മണവാട്ടി ഇങ്ങനെ തന്നെത്താൻ ഒരുക്കി കാത്തിരിക്കുകയാണ്. അതാ യഹൂദ പശ്ചാത്തലത്തിലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇതുപോലെ കർത്താവ് പറയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകുകയാണ്, നിങ്ങൾക്ക് ഞാൻ സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. അതിനാണ് മണവാളൻ അടുത്തതായിട്ട് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പിന്നീട് അവസരങ്ങളൊന്നുമില്ല. ഒന്നുകിൽ മണവാളനോട് ഒരുമിച്ച്
യുഗായുഗം നമ്മൾ അവൻ്റെ ഭാര്യയായി, കാന്തയായി നമ്മൾ വാഴും. അതാണ് നമുക്കുള്ള അവസ്ഥ. എന്നാൽ മറ്റുള്ളവർക്ക് എന്താണ്? അവർക്ക് ന്യായവിധിയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഈ വരവിങ്ങനെ താമസിക്കുന്നു എന്ന് ചിന്തിച്ച് പലപ്പോഴും ഉണ്ടാകുന്ന പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഞാൻ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ ഉപമ നമുക്കറിയാമല്ലോ. 10 കന്യകമാരുടെ ഉപമകൾ ഞാൻ എടുക്കുന്നില്ല, നേരത്തെ വായിച്ചിട്ടുള്ളതാണ്. അവിടെ വായിക്കുമ്പോൾ മണവാളൻ വരുന്നത് താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ എല്ലാവരും മയക്കം പിടിച്ചു തുടങ്ങി. ബുദ്ധിയില്ലാത്തവർ മാത്രമല്ല മയക്കം പിടിച്ചത്, ബുദ്ധിയുള്ളവരും മയക്കം പിടിച്ചു. എല്ലാവരും ഉറങ്ങി. എന്നാൽ അർദ്ധരാത്രിക്ക് മണവാളൻ വരുന്നു എന്നുള്ള ആർപ്പുവിളി കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉണർന്നു. പക്ഷേ ഒരു 5 പേര് അവർ ഒരുക്കമില്ലാത്തവരായിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അവരുടെ വിളക്കിലെ എണ്ണ കെട്ടുപോയി. എണ്ണയില്ലാത്തത് കൊണ്ട് വിളക്ക് കെട്ടുപോയി. മണവാളനെ എതിരേൽക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. എന്നാൽ ഒരുങ്ങിയിരുന്നവർ, അതാണ് നമ്മൾ പറയുന്നത്, ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ മണിയറയിൽ പ്രവേശിച്ചു. ഒരുങ്ങിയിരുന്നവർ. അപ്പോൾ ഒരുക്കമാണ് ആവശ്യമായിരിക്കുന്നത്. ഒരുങ്ങാത്തവന് അവനോടുകൂടെ മണിയറയിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ഒരുങ്ങാത്തവനെ പിന്നീട് കർത്താവെ ഞങ്ങൾക്ക് തുറക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറക്കത്തില്ല. ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല എന്നുള്ള വാക്കായിരിക്കും കർത്താവിൽ നിന്ന് കേൾക്കുന്നത്. അതുകൊണ്ട് നാളും നാഴികയും അറിയായിക കൊണ്ട് 25-13 നമ്മൾ കാണുന്നത്, ആകയാൽ നിങ്ങളും നാളും നാഴികയും അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. നമ്മൾ ഉണർന്നിരിക്കണം. അതുകൊണ്ട് ഓരോ ദിവസവും കർത്താവിനോട് ചോദിക്കണം, കർത്താവെ നീ ഇന്ന് വരുമോ? എപ്പോഴും കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള പ്രത്യാശയോടുകൂടെ ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, പിന്നീട് അവസരങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം. അവൻ്റെ വരവിങ്കൽ നമ്മൾ എടുക്കപ്പെടും. എടുക്കപ്പെടാത്തവർക്ക് പിന്നീട് രണ്ടാമതൊരവസരം കൂടെ കൊടുക്കത്തില്ല. അതാണ് അതിനകത്തെ ഒരു പ്രത്യേകത. നമ്മൾ പിള്ളേരൊക്കെ പരീക്ഷ എഴുതി അഡ്മിഷന് വേണ്ടിയൊക്കെ പോകുമ്പോൾ ആദ്യത്തെ ഇതിനകത്ത് നല്ല മാർക്ക് വാങ്ങിക്കുന്നവർക്കെല്ലാം അഡ്മിഷൻ കിട്ടും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ചിലപ്പം കുറച്ച് പേരെ കൂടെ കയറ്റും. പക്ഷേ ഇവിടെ വീണ്ടും കുറച്ച് പേരെ കൂടെ ഒന്നും കയറ്റത്തില്ല. അങ്ങനൊരു പരിപാടിയൊന്നുമില്ല. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ. രണ്ടാമത്തെ വരവ് എന്ന് പറയുന്നതാണ്. ആ രണ്ടാമത്തെ വരവിൽ നമ്മൾ ഡെസ്റ്റിനേഷനിലേക്കാണ് എത്തുകയാണ്. മണവാട്ടിക്ക് കാന്തനോട് ഒരുമിച്ചുള്ള സഹവാസം. കാന്തയുടെ കല്യാണം വന്നിരിക്കുകയാണ്. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നിരിക്കുന്നു. അവന് യുഗായുഗങ്ങൾ പിന്നീട് കാന്തനോടൊപ്പം വസിക്കുന്നതാണ് നമ്മൾ കാണുന്നതായ കാര്യം. അതേസമയം ലോകത്തിന് ന്യായവിധി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ടു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. അവൻ നന്മ ചെയ്തവർ, അവൻ്റെ മണവാട്ടിയായവർ, അവർ എന്താണ് ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും. മണവാട്ടിക്ക് ജീവനാണ്, മണവാട്ടിക്ക് പുതിയ ജീവിതമാണ്, നിത്യജീവനാണ്, നിത്യതയിലേക്കുള്ള പ്രവേശനമാണ്. പക്ഷേ അങ്ങനെ അല്ലാത്തവർക്ക് ന്യായവിധിയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ന്യായവിധി വരുന്നു. ഈ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഇനി കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് ഞാൻ പറഞ്ഞല്ലോ. ആ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ദാറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവാണ്. നമ്മളൊക്കെ വിശ്വാസികളാണ്. ഈ വിശ്വാസികളാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് വിശ്വാസികളാകാൻ പറ്റിയത്? യേശു കർത്താവ് വന്നതുകൊണ്ട്.
യേശുവിൻ്റെ വരവിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മുടെ ഫെയ്ത്തിൻ്റെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ ഉയിർത്തെഴുന്നേൽപ്പ്, യേശുവിൻ്റെ സ്വർഗാരോഹണം, ഈ ഒന്നാമത്തെ വരവ്, അതിലൂടെ കർത്താവ് നിർവഹിച്ച അവൻ്റെ ആ ഒരു ജീവിതം മുഴുവൻ, ജനനം, ജീവിതം, മരണം, ഉയിർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ വിശ്വാസം മുഴുവൻ ഉറച്ചിരിക്കുന്നത്. ഈ കാര്യത്തിലാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അതായിരിക്കണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഇതിനകത്ത് ഏതെങ്കിലും ഒന്നുകൊണ്ട് നമ്മൾ മാത്രം ഉണ്ടാകരുത്. ഇത് മുഴുവൻ അവൻ്റെ ജനനം, ജീവിതം, മരണം, ഉയിർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, ഈ എല്ലാ ബേസിലും ഇതിനകത്തെല്ലാം ചേർന്നാണ് നമ്മളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, ഫൗണ്ടേഷൻ ഓഫ് അവർ ഫെയ്ത്ത്. പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഫൗണ്ടേഷൻ പലപ്പോഴും ഇതിനകത്ത് എല്ലാത്തിലും വരുന്നില്ല. ചിലപ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൽ യേശു ചെയ്തതായ ചില അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും അടിസ്ഥാനത്തിൽ അത് ഫൗണ്ടേഷനാക്കി വിശ്വാസം പണിയുന്നവരുണ്ട്. അതും വേണം. കാരണം അവൻ്റെ ജീവിതവും എന്താണ്? നമ്മുടെ ഫെയ്ത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. പക്ഷെ അത് മാത്രമാണെങ്കിൽ ഒരിക്കലും ശരിയാകത്തില്ല. അതുകൊണ്ട് സുവിശേഷം പറയുന്നവരെല്ലാവരും, പുതിയ നിയമത്തിലുടനീളം നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ ജനന, മരണ, പുനരുത്ഥാന അനുഭവങ്ങളെല്ലാം വിവരിച്ചിട്ടാണ് സുവിശേഷം പറയുന്നത്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ ആദ്യം അവിടെ അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ പത്രോസ് സുവിശേഷം പറയുമ്പോൾ ആദ്യം പഴയ നിയമത്തിൽ നിന്ന് പത്രോസ് എഴുന്നേറ്റ് പറയുന്ന കാര്യം, യോവേൽ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയാമോ? പത്രോസ് ചെയ്യുന്നത്, അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം യേശുവിനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറായനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. അപ്പോൾ യേശുവിൻ്റെ അത്ഭുതം പറഞ്ഞ് നിർത്തുകയല്ല, യേശുവിൻ്റെ മരണത്തിലേക്ക് കടന്നു. യേശുവിൻ്റെ ജനനം, അവൻ്റെ ജീവിതം, അവൻ ചെയ്ത അത്ഭുതങ്ങൾ, ഇതൊന്ന് തൊടിയിച്ചു പോയിട്ട് നേരെ മരണത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണ്. അതിന് സംശയമൊന്നുമില്ല. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തായിട്ട് കാര്യം, യേശു കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയത് കൊണ്ട് ആരുടെയും പാപങ്ങൾ മോചിക്കപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. യേശു കുരുടന് കാഴ്ച നൽകിയത് കൊണ്ട് കുരുടൻ്റെ പാപത്തിന് പോലും മോചനം ഉണ്ടായില്ല. നമ്മൾ ചിന്തിക്കുന്നത് പോലെ രോഗസൗഖ്യം പ്രാപിച്ചാൽ ഉടനെ തന്നെ നമ്മുടെ പാപമോചനം അതിനോട് ചേർന്ന് നടക്കുന്നില്ല. അത് യേശുവിൻ്റെ മരണവുമായി ബന്ധപ്പെടുത്തിയാണ്. അത് മനസ്സിലാക്കാതെ, അതറിയാതെ, അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകാതെ നമുക്ക് ശരിയായ നിലയിലുള്ള പാപമോചനം ഉണ്ടാകത്തില്ല. പലപ്പോഴും ഇന്നത്തെ പ്രശ്നം, സുവിശേഷ യോഗങ്ങളിൽ പോലും ക്രൂശ് പ്രസംഗിക്കപ്പെടുന്നില്ല. ക്രൂശ് പ്രസംഗിക്കപ്പെടാത്തത് കൊണ്ട് കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ മാത്രമാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ പത്രോസ് അങ്ങനല്ല. പത്രോസ് പറയുകയാണ്, നിങ്ങൾ അധർമ്മികളുടെ കയ്യാൽ അവനെ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയിർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. നോക്കുക, അവൻ്റെ ജനനം അല്ലെങ്കിൽ അവൻ്റെ ജീവിതം, അവൻ ചെയ്ത അത്ഭുതങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞു. മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, അവൻ മരിച്ച് മണ്ണടിഞ്ഞില്ല. ദൈവം മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. അതുകൊണ്ട് ദൈവം മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയിർത്തെഴുന്നേൽപ്പിച്ചു. മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയിർത്തെഴുന്നേൽപ്പിച്ചു. പിന്നെ കാര്യങ്ങളെല്ലാം ഞാൻ വിശദമാക്കുന്നില്ല. അവിടെ നമ്മൾ
പറയാണ്, അവന് പറയുന്നത് 31 വാക്യത്തിൽ, അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, അവൻ്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മുമ്പ് കൂട്ടി പ്രസ്താവിച്ചു. ഈ യേശുവിനെ ദൈവം ഉയിർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. അവൻ്റെ ഉയിർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറയുകയാണ്. കാര്യം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അവൻ്റെ ജനനം, ജീവിതം, മരണം, ഉയിർത്തെഴുന്നേൽപ്പ്. സുവിശേഷം പറയുമ്പോൾ ഇതെല്ലാം പറയണം. ഇന്ന് പലപ്പോഴും സുവിശേഷ പ്രസംഗത്തിൽ അങ്ങനെ ഹോളിസ്റ്റിക് ആയിട്ട് യേശുവിനെ പരിചയപ്പെടുത്തുന്നത് കുറഞ്ഞു വരിക. ഏതെങ്കിലും ഒരു ഭാഗം മാത്രം പറഞ്ഞാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ യേശുവിനെ ദൈവം ഉയിർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികൾ ആകുന്നു. അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തേക്ക് ആരോഹണം ചെയ്ത്, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം ആരോഹണം ചെയ്തു. അപ്പം ഉയിർത്തെഴുന്നേൽപ്പ് മാത്രമല്ല, അവൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ചും പത്രോസ് പറയുന്ന സുവിശേഷത്തിലുണ്ട്. നമ്മൾ ഈ വേദഭാവമൊക്കെ ഒന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്താണ് സുവിശേഷം, സുവിശേഷ പ്രസംഗം എങ്ങനെ നടത്തണമെന്നൊക്കെ ഉള്ളത് വളരെ കൃത്യമായിട്ട് പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ നമ്മളിതെല്ലാം കാണുന്നുണ്ട്. പൗലോസിൻ്റെ പ്രസംഗങ്ങളിലും കാണുന്നുണ്ട്. വളരെ സോളിഡായിട്ടുള്ള ഒരു പ്രസംഗമാണ് പത്രോസ് പെന്തിക്കോസ്ത് നാളിൽ നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികൾ ആകുന്നു. അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ 36 വാക്യത്തിൽ, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇവിടെ പറയുന്ന വാക്ക് കേട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ ക്രൂശിച്ചവനായ ഈ യേശുവിനെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓടിക്കൂടിയവരൊക്കെ ആണോ യേശുവിനെ ക്രൂശിച്ചത്? യഹൂദന്മാരവനെ ക്രൂശിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ ഓടിക്കൂടിയ പലരും പാവങ്ങളാണ്, അവരല്ലല്ലോ ക്രൂശിച്ചത്. പക്ഷെ അതിനൊരർത്ഥമുണ്ട്. യേശു ക്രൂശിക്കപ്പെട്ടത് നിങ്ങൾ മുഖേനയാണ്. നിങ്ങൾ പാപം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പകരമായിട്ടാണ് യേശു ക്രൂശിക്കപ്പെട്ടത്. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു പാസ്റ്റർ അരുണാചൽ പ്രദേശിലുണ്ട്. അദ്ദേഹം ഒരിക്കൽ നടന്നു വന്നപ്പോഴത്തേക്ക് ഒരു കള്ളുകുടിയൻ എതിരെ വന്നു. കയ്യിലൊരു പിച്ചാത്തിയുമായിട്ടൊക്കെയാണ് വരവ്. പാസ്റ്റർ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് ഇവനിങ്ങനെ ആടി നിന്നുകൊണ്ട് പറയുക, പാസ്റ്ററെ ഇപ്പം പറയണം, യേശുവിനെ ക്രൂശിച്ചതാരാ? കത്തോലിക്കനാണോ ബാപ്റ്റിസ്റ്റുകാരാണോ? കത്തോലിക്കനാണോ ബാപ്റ്റിസ്റ്റുകാരാണോ? ഈ പാസ്റ്റർ വളരെ ധൈര്യശാലിയായ ഒരാളാണ്. അദ്ദേഹം പേടിച്ചൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, എടാ, കത്തോലിക്കരുമല്ല ബാപ്റ്റിസ്റ്റുകാരുമല്ല യേശുവിനെ ക്രൂശിച്ചത്. യേശുവിനെ ക്രൂശിച്ചത് നീയാടാ, നിന്റെ പാപമാടാ, മുഴുവൻ അവിടെ എന്ന് പറഞ്ഞു. ഈ പാവം പിച്ചാത്തി എടുത്ത് കളഞ്ഞേച്ച് മുട്ടുകൂത്തി നിന്നു. യേശുവിനെ ക്രൂശിച്ചത് ബാപ്റ്റിസ്റ്റുകാരുമല്ല കത്തോലിക്കരുമല്ല, യേശുവിനെ ക്രൂശിച്ചത് നീയാ, നിന്റെ പാപമാണ് യേശുവിനെ ക്രൂശിക്കാൻ കാരണമായത്. അതാണ് സുവിശേഷം. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. എൻ്റെ പാപങ്ങൾക്ക് പകരമായി യേശു കർത്താവ് മരിച്ചു എന്ന് പറയുന്നതാണ്. ഇത് പ്രസംഗിക്കണം, ഇത് പറയണം, ഇത് അറിയിക്കണം. അല്ലാതെ ഉഴപ്പിപ്പരട്ടി ഒരാൾ പ്രസംഗിച്ചാൽ ഞാൻ കേട്ടതാ, അദ്ദേഹം പറയാണ്, നീ യേശുവേ എന്നൊന്ന് വിളിച്ചാൽ മതി, നീ സ്വർഗത്തിലാ. യേശുവേ എന്നൊന്ന് വിളിച്ചാൽ മതി, നീ സ്വർഗത്തിലാണ്. വെറുതെ യേശുവേ എന്ന് വിളിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ തിരിച്ചറിയണം, യേശുവിൻ്റെ ജീവിതമാണ് നമ്മുടെ ഫെയ്ത്തിൻ്റെ അടിസ്ഥാനം. അവൻ്റെ മരണമാണ്, അവൻ്റെ ഉയിർത്തെഴുന്നേൽപ്പാണ്, അവൻ്റെ ജീവിതം മുഴുവൻ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചുവെന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. പ്രിയമുള്ളവരെ, യഥാർത്ഥ സുവിശേഷം കേട്ടാൽ ഹൃദയത്തിൽ കുത്തുകൊള്ളും.
പക്ഷെ ഇപ്പോഴത്തെ സുവിശേഷം കേട്ടാൽ ഭയങ്കര സന്തോഷമാണ്, ചിരിച്ചോണ്ടാണ് നടക്കുന്നത്. ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നില്ല. കാര്യം കുത്തുകൊള്ളാനുള്ളതൊന്നും പറയുന്നില്ല. നിന്റെ പാപമാണ് യേശുവിനെ ക്രൂശിച്ചെന്ന് പറഞ്ഞാലല്ല ഇവന് പാപബോധം ഉണ്ടാകത്തുള്ളൂ. ഇന്ന് പ്രസംഗം കേട്ടിട്ട് ആർക്കായി പാപബോധം ഉണ്ടാകുന്നത്? പാപബോധം ഉണ്ടാകുന്നില്ലല്ലോ. ഒരു ആത്മാർത്ഥമായ പാപബോധം, ശരിയായ പാപബോധം ഉണ്ടാകണമെങ്കിൽ യേശുവിൻ്റെ ജീവിതത്തെ, അവൻ്റെ ഒന്നാമത്തെ വരവിലൂടെ സംഭവിച്ച മുഴുവൻ കാര്യങ്ങളെയും നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം. ഇന്ന് പാപബോധം എന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ല. പണ്ടൊക്കെ സുവിശേഷ പ്രസംഗം നടന്നു കഴിഞ്ഞാൽ ആളുകൾ കരച്ചില. പക്ഷെ ഇന്നിപ്പോൾ പാപബോധമൊന്നും ഉണ്ടാകുന്നില്ല. പണ്ടത്തെ ഉപദേശിമാരൊക്കെ പാപബോധം ഇല്ലാത്തവനെയൊന്നും അക്സെപ്റ്റ് ചെയ്യത്തൊന്നുമില്ലായിരുന്നു. സാധു കൊച്ചുകുഞ്ഞു ഉപദേശി ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് വെച്ച്, ഞങ്ങൾ എൻ്റെ ഗ്രാൻഡ് അങ്കിളാണല്ലോ, എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അളിയനാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് വെച്ച് നടത്തിയ ഒരു കൺവെൻഷൻ്റെ കാര്യം ഞങ്ങളുടെ നമ്മുടെ വീട്ടിലെ കഥകൾക്കകത്ത് പറയുന്ന ഒരു കഥയുണ്ട്. കൊച്ചുകുഞ്ഞു ഉപദേശി പ്രസംഗം കഴിഞ്ഞ് ആളുകളെ വിളിച്ചപ്പോഴത്തേക്ക് ഒരുത്തൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, കുഞ്ഞുഞ്ഞെന്ന് പറഞ്ഞു, ഞങ്ങളുടെ അയലോക്കക്കാരനാണ്. കുഞ്ഞുഞ്ഞു പറഞ്ഞു, ഞാനൊരു മഹാപാപിയായിരുന്നു, കർത്താവ് എന്നെ രക്ഷിച്ചു. ഇപ്പോഴത്തെ ഉപദേശിമാരെ പോലൊന്നുമല്ല, അന്നത്തെ ഉപദേശിമാർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഉപദേശിമാരാണ്. പുള്ളിക്കാരൻ എഴുന്നേറ്റ് നിന്നു, കൊച്ചുകുഞ്ഞു ഉപദേശി. എന്നിട്ട് ചോദിച്ചു, എടാ കുഞ്ഞുഞ്ഞേ, നീ എന്നാ പാപമാടാ ചെയ്തത്, പറഞ്ഞേച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഉഴപ്പിത്തിരിഞ്ഞൊന്നും പറയണ്ട, നീ എന്നാ പാപമാണ് ചെയ്തത്, പറഞ്ഞേച്ചിരുന്നാൽ മതിയെന്ന്. അപ്പോൾ ചെയ്ത പാപം പറയാൻ പറ്റുമോ? വാഴക്കൊല മൂട്ടിച്ചത് പറഞ്ഞാൽ വാഴക്കൊല തിരിച്ചു കൊടുക്കണ്ടായോ? ചെലവില്ലാത്ത പാപബോധമാണ് ഇന്ന് പലർക്കും ഉള്ളത്. ചെലവില്ല. ഇനി വേറെ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് പറഞ്ഞാൽ വീട്ടിൽ കയറ്റത്തില്ല. അപ്പോൾ ഇതൊന്നും മിണ്ടാൻ പറ്റാത്തത് കൊണ്ടാണ് പുള്ളി പറഞ്ഞത്, ഞാനൊരു വലിയ പാപിയായിരുന്നു, കർത്താവ് എന്നെ രക്ഷിച്ചു. കൊച്ചുകുഞ്ഞുദേശി പറഞ്ഞു, എടാ കുഞ്ഞുഞ്ഞെ, നീ എന്നാ പാപമാണ് ചെയ്തതെന്നുള്ളത് പറഞ്ഞിട്ട് ഇരുന്നാൽ മതിയെന്ന്. അവന് പറയാനൊന്നുമില്ല. പിന്നോട് പറഞ്ഞു, ഉപദേശി, ഞാൻ ഒത്തിരി ബീഡിയൊക്കെ വലിച്ചിട്ടുണ്ടെന്ന്. അതിപ്പോൾ എപ്പോഴും എല്ലാവരും കണ്ടതൊക്കെയാണല്ലോ, ഇല്ലേ? ബീഡി വലിച്ചതാന്നുള്ള പാപം, ഇരിയടാ അവിടെ എന്ന് പറഞ്ഞു. ബീഡി വലിച്ചത് പാപമല്ലാഞ്ഞിട്ടല്ല, ഉപദേശിക്ക് മനസ്സിലായി ഇവന് പാപബോധം ഉണ്ടായിട്ടില്ല. നമ്മൾ സുവിശേഷം പ്രസംഗിച്ചാൽ പാപബോധമുണ്ടാകണം, ആളുകൾ കരയണം. ക്രൂശ് പ്രസംഗിച്ചാലേ, അത് എൻ്റെ പാപങ്ങൾക്ക് പകരമായി യേശു മരിച്ചു എന്നുള്ള വിവരം പറഞ്ഞാലേ ഒരു മനുഷ്യന് പാപബോധമുണ്ടാകത്തുള്ളൂ. അത് യേശുവിൻ്റെ ഒന്നാമത്തെ വരവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മളിത് വിശദമാക്കുന്നത്. ആളുകൾ പൊട്ടിക്കരയുന്നതായ അനുഭവം, ആളുകൾ പൊട്ടിക്കരയുന്ന ഒരു അനുഭവം, അത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. പഴയ കാലത്തെ മീറ്റിങ്ങുകളിലൊക്കെ ആളുകൾ പാപബോധത്താൽ പൊട്ടിക്കരയുമായിരുന്നു. ഇവരും വന്നിട്ട് ചോദിക്കുക, സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? വാട്ട് ഷാൽ വി ഡു? ഞങ്ങൾ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരെ, പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ഇന്നത്തെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് ചോദിക്കും, ഓക്കെ, ഞങ്ങൾ യേശുവിനെ സ്വീകരിക്കാം, ഞങ്ങൾക്ക് എന്തോ കിട്ടും. കാര്യം കിട്ടുന്ന കാര്യമാണല്ലോ പറയുന്നത്, ചെയ്യേണ്ട കാര്യം പറയുന്നില്ല. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, റെസ്പോൺസിബിലിറ്റീസ് ആരും പറയുന്നില്ല, പ്രിവിലേജസ് മാത്രമേ പ്രസംഗിക്കുന്നുള്ളൂ. നിനക്കത് കിട്ടും, ഇത് കിട്ടും, ഇന്ന് രാത്രി യേശു വന്നിട്ടുണ്ട്, നിനക്ക് പണം തരാൻ, നിനക്ക് കാറ് തരാൻ, നിനക്ക് വീട് തരാൻ. അപ്പം കേൾക്കുന്നവനെല്ലാം ഇത് ഒരു നല്ല പരിപാടിയാണ്, എന്തോ എനിക്ക് കിട്ടും കിട്ടും കിട്ടും. എടാ, നീ ചെയ്യേണ്ട കാര്യം പറ. ചെയ്യേണ്ട കാര്യം പറഞ്ഞപ്പോഴോ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പത്രോസ് എന്നാ പറഞ്ഞു? ഈ സ്തോത്ര കാഴ്ച പാത്രത്തിലേക്ക് നിന്റെ മാല പൊട്ടിച്ചിട, ഈ സ്തോത്ര കാഴ്ച പാത്രത്തിലേക്ക് നിന്റെ കാശ് കൊണ്ടിടുന്നുവല്ലോ പത്രോസ് പറഞ്ഞു. ഇന്ന് അതൊക്കെയാണ് പറയുന്നത്. സ്തോത്രാഴ്ച പാത്രത്തിൽ എന്തൊക്കെ ഇടണം, ഇതൊക്കെയാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാനിതൊക്കെ പറയുന്നത് നമ്മൾ വഞ്ചിതരാകരുത്. യഥാർത്ഥ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട എന്നല്ല പത്രോസ് പറഞ്ഞത്.
സ്വോത്രകാഴ്ച കൊണ്ടിടാനല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വാക്യം ഇത്. കാര്യം ഒറ്റ വാക്യത്തിൽ സുവിശേഷത്തിൻ്റെ അന്തസത്ത മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മാനസാന്തരം പറഞ്ഞു, പാപങ്ങളുടെ മോചനം പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു. ഒറ്റ വാക്യത്തിൽ സുവിശേഷത്തിൻ്റെ ഓൾമോസ്റ്റ് ഒരു നട്ഷൽ വെളിപ്പെടുത്തുന്ന ഒരു പ്രസ്താവന പത്രോസ് പറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് സംഭവിക്കുന്നത് യേശു കർത്താവ് ഒന്നാമത്തെ വരവാണ്. യേശുവിൻ്റെ ഒന്നാമത്തെ വരവ് ആണ്. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. യേശു കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ്, അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ദാറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് അവർ ഫെയ്ത്ത്. എന്നാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെന്ന് പറയുന്നത് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനമാണ്. ഒന്നാമത്തെ വരവ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനമാണ്. കാര്യം നമുക്ക് ആകപ്പാടെ ഇനിയുള്ള പ്രത്യാശ എന്ന് പറയുന്നത് എന്തേ ഉള്ളൂ? യേശുവിൻ്റെ വരവ് മാത്രമേ ഉള്ളൂ. വേറെ എന്തോ പ്രത്യാശയാണ് നമുക്കുള്ളത്? ശാസ്ത്രത്തിൽ മനുഷ്യന് പ്രത്യാശയില്ലാതെയായി. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നമുക്ക് പ്രത്യാശയില്ല. എന്തിനാ നമുക്കൊരു പ്രത്യാശയുള്ളത്? നമുക്കെന്നല്ല, ലോകത്തിന് പോലും ഒരു പ്രത്യാശയില്ല. ലൗകികരായ ആളുകൾക്ക് പോലും ഇതിനകത്തൊരു പ്രത്യാശയില്ല. മനുഷ്യരുടെ മുഴുവൻ പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു കാലയളവിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു കാലയളവിൽ ഇനി നമുക്ക് പ്രത്യാശയുള്ളത് എന്തിൽ മാത്രമേ ഉള്ളൂ? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്. അത് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനമാണ്. ദാറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് അവർ ഹോപ്പ്. ഇറ്റ്സ് എ ഫൗണ്ടേഷൻ ഓഫ് അവർ ഹോപ്പ്. അല്ലെങ്കിൽ നമ്മുടെ ഹോപ്പ്, നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനമാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്, അവൻ്റെ വരവ് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. സ്നേഹം ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഒന്നാമത്തെ വരവ് തന്നെ സ്നേഹത്തിൻ്റെ പ്രകാശനമാണ്. നമുക്കറിയാമല്ലോ, For God so loved the world, he gave his only begotten Son, so that whosoever believeth in him shall not perish but will have eternal life. കർത്താവ് യോഹന്നാൻ 3:16 എന്താ നമ്മൾ കാണുന്നത്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അത്രയ്ക്ക് സ്നേഹിച്ചു. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് God so loved the world. അവിടെ പ്രത്യാശയുണ്ട്. അവൻ്റെ ദൈവം നമ്മെ സ്നേഹിച്ചു. ലവ് എല്ലായിടത്തും ഉണ്ട്, സ്നേഹം എല്ലായിടത്തും ഉണ്ട്. ദൈവം നമ്മളെ സ്നേഹിച്ചു. നാം അവൻ്റെ സ്നേഹത്തിൽ വസിക്കണം. ഇനി അവൻ്റെ രണ്ടാമത്തെ വരവും സ്നേഹത്തിലാണ്. കാരണം അവൻ വരുന്നത് കാന്തയെ സ്നേഹിച്ച് നമ്മളെ കൊണ്ടുപോകുവാനാണ് അവൻ വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദാറ്റ് ഈസ് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഇനി ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് അത് എല്ലാവർക്കും ഒരുപോലെയല്ല. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കർത്താവ് ഒന്നാമത് വന്നപ്പോൾ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തു, ഇല്ലേ? എല്ലാവർക്കും അവസരങ്ങളെ കൊടുത്തു. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൽ എല്ലാവർക്കും അവസരങ്ങൾ കിട്ടു. രക്ഷിക്കപ്പെടുവാൻ എല്ലാവർക്കും അവസരങ്ങൾ കിട്ടി. ആർക്ക് വേണമെങ്കിലും രക്ഷിക്കപ്പെടാം. ചില ആളുകളൊക്കെ പറയുന്നത് കർത്താവ് എല്ലാവർക്കും വേണ്ടി മരിച്ചില്ല, ചിലരെ നേരത്തെ സ്വർഗത്തിൽ കൊണ്ടുപോകണം ദൈവം തീരുമാനിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ടി മാത്രം മരിച്ചെന്നൊക്കെ പറയുന്ന ദുരുപദേശങ്ങളുണ്ട്. അങ്ങനെയല്ല. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. അവൻ ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. അവൻ മരിച്ചത് എല്ലാവർക്കും വേണ്ടിയുമാണ്. അല്ലാതെ ചില ആളുകൾക്ക് വേണ്ടി മാത്രം മരിച്ചു എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. ഹി ഡൈഡ് ഫോർ എവ്രി വൺ. എല്ലാവർക്കും ഒരുപോലെ
ഓപ്പർച്യൂണിറ്റീസ് അവൻ കൊടുത്തു എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരുപോലെ. അതാണ് അവൻ്റെ ഒന്നാമത്തെ വരവിൻ്റെ പ്രത്യേകത. എന്നാൽ അവൻ്റെ രണ്ടാമത്തെ വരവ് എല്ലാവർക്കും ഒരുപോലെയല്ല. അവൻ രണ്ടാമത്തെ വരവിൽ ഇനി അവസരങ്ങൾ ബാക്കിയില്ല. അവൻ രണ്ടാമത്തെ വരവ് ഒന്നാമത്തെ വരവിനോടുള്ള നമ്മുടെ പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവൻ്റെ ഒന്നാമത്തെ വരവിൽ വിശ്വസിച്ച് അനുസരിച്ച് അനുഗമിച്ചവർക്കാണ് അവൻ്റെ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടുവാൻ കഴിയുന്നത്. അവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അല്ലാത്തവർക്ക് ന്യായവിധിയാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് എല്ലാവർക്കും ഒരുപോലെയല്ല. ആമോസിൻ്റെ പ്രവചനം വായിക്കുമ്പോൾ അതിനകത്ത് ആമോസിൻ്റെ പ്രവചനം അതിൻ്റെ 4-ാം അധ്യായത്തിൽ ആമോസ് 4:12 വാക്യം വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത്, അതുകൊണ്ട് ഇസ്രായേലേ ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും, ഇസ്രായേലേ ഞാനിത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നമ്മൾ പലപ്പോഴും ഈ വാക്യം നമ്മളോടുള്ള ഒരു വാക്യമായിട്ട് ചിന്തിക്കാറുണ്ട്. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് പറയുന്നത് നമുക്കും ബാധകമാണ്. എതിരേൽപ്പാൻ നമ്മൾ സന്തോഷത്തോടെ എതിരേൽക്കുക. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ വാക്യം പറയുന്നത് അഥവാ ആമോസ് പറയുന്നത് അത് ന്യായവിധിയുടെ സന്ദേശമായിട്ടാണ് ആമോസ് പറയുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കർത്താവിങ്കിലേക്ക് തിരിയാത്ത, കർത്താവ് അവസരങ്ങൾ കൊടുത്തിട്ടും ഉപയോഗിക്കാത്തവർക്കുള്ള ഒരു ന്യായവിധിയായിട്ടാണ് പറയുന്നത്. 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, എളിയവരെ പീഡിപ്പിക്കുകയും ദരിദ്രരെ തകർക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാരോട് കൊണ്ടുവരുവീൻ ഞങ്ങൾ കുടിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്ന ശമരിയ പർവ്വതത്തിലെ ബാശാന്യ പശുക്കളെ ഈ വചനം കേൾപ്പിൻ. നിങ്ങളെ കൊളുത്തുകൊണ്ടും നിങ്ങളുടെ സന്തതിയെ ചൂണ്ടൽ കൊണ്ട് പിടിച്ചു പോകുന്ന കാലം നിങ്ങൾക്ക് വരും എന്ന് യഹോവയായ കർത്താവ് വിശുദ്ധിയെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു. നോക്കുക, താഴോട്ട് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ കാണുന്നത് 6-ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ നിങ്ങൾക്ക് പല്ലിൻ്റെ വെടിപ്പും എല്ലായിടങ്ങളിലും അപ്പത്തിൻ്റെ കുറവും വരുത്തിയിട്ടും നിങ്ങൾ എങ്കലേക്ക് തിരിഞ്ഞില്ല. അതായത് കർത്താവ് അവസരങ്ങളെ നൽകിയിട്ടും കർത്താവിങ്കിലേക്ക് തിരിയാത്ത ഒരു ജനത ഇന്നും അത് തന്നെയാണ്. കർത്താവ് അവസരങ്ങളെ, അവൻ്റെ ഒന്നാമത്തെ വരവ് അവസരങ്ങളെ തരുന്നു. ഇവിടെയും കർത്താവ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് അവസരങ്ങളെ തന്നു, പക്ഷെ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. ഇന്നും കർത്താവ് അവസരങ്ങളെ കൊടുത്തിട്ടും അവങ്കലേക്ക് തിരിയാത്തവരായ ആളുകൾ ധാരാളമുണ്ട്. വീണ്ടെടുക്കപ്പെടാത്തവരായ ആളുകൾ. കൊയ്ത്തിന് ഇനി 3 മാസമുള്ളപ്പോൾ ഞാൻ നിങ്ങൾക്ക് മഴ മുടക്കിക്കളഞ്ഞു. ഞാനൊരു പട്ടണത്തിൽ മഴ പെയ്യിക്കുകയും മറ്റേ പട്ടണത്തിൽ മഴ പെയ്യിക്കാതിരിക്കുകയും ചെയ്തു. ഒരു കണ്ടത്തിൽ മഴ പെയ്തു, മഴ പെയ്യാത്ത മറ്റേ കണ്ടം വരണ്ടുപോയി. 2-3 പട്ടണം വെള്ളം കുടിപ്പാൻ ഒരു പട്ടണത്തിലേക്ക് ചെന്നു, ദാഹം തീർന്നില്ല താനും. എന്നിട്ടും നിങ്ങൾ എങ്കലേക്ക് തിരിഞ്ഞില്ല. മാനസാന്തരപ്പെടാത്ത ജനതയോടുള്ള സന്ദേശമായത്. എന്നിട്ടും നിങ്ങൾ എങ്കലേക്ക് തിരിഞ്ഞില്ല. 9-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിങ്ങളെ വെൺകതിർ കൊണ്ടും വിഷമഞ്ഞുകൊണ്ടും ശിക്ഷിച്ചു. നിങ്ങളുടെ തോട്ടങ്ങളെയും മുന്തിരിപ്പറമ്പുകളെയും അത്തിവൃക്ഷങ്ങളെയും ഒലിവൃക്ഷങ്ങളെയും പലപ്പോഴും തുള്ളൻ തിന്നുകളഞ്ഞു. എന്നിട്ടും നിങ്ങൾ എങ്കലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. 10-ാമത്തെ വാക്യത്തിൽ, മിസ്രയീമിൽ എന്ന പോലെ ഞാൻ മഹാമാരി നിങ്ങളുടെ ഇടയിൽ അയച്ചു. നിങ്ങളുടെ യൗവനക്കാരെ വാൾ കൊണ്ട് കൊന്നു. നിങ്ങളുടെ കുതിരകളെ പിടിച്ചുകൊണ്ടുപോയി. നിങ്ങളുടെ പാളയങ്ങളിലെ നാറ്റം ഞാൻ നിങ്ങളുടെ മൂക്കിൽ കയറുമാറാക്കി. എന്നിട്ടും നിങ്ങൾ എങ്കലേക്ക് തിരിഞ്ഞില്ല. ദൈവം സോദോമിനെയും ഗൊമോറയെയും ഉന്മൂലനാശം ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരുത്തി. നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെ ആയിരുന്നു. എന്നിട്ടും നിങ്ങൾ എങ്കലേക്ക് തിരിഞ്ഞില്ല. അപ്പോൾ മാനസാന്തരപ്പെടാത്തവർക്ക് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്, അവൻ വരുന്നത് മണവാട്ടിയെ ചേർക്കുവാനുമാണ്, ലോകത്തെ മാനസാന്തരപ്പെടാത്തവരെ ന്യായം വിധിക്കാനുമാണ്. രണ്ടും ഒരുപോലെയാണ്. കർത്താവിൻ്റെ വരവ് എല്ലാവർക്കും ഒരുപോലെയല്ല. അവൻ മണവാട്ടിയെ ചേർത്തുകൊള്ളുവാൻ വരുന്നു. പക്ഷേ അവങ്കലേക്ക് തിരിയാത്ത അവിശ്വാസികളായ
ദൈവത്തിൻ്റെ വചനത്തെ നിഷേധിക്കുന്ന, ദൈവത്തെ നിഷേധിക്കുന്ന ജനങ്ങൾക്ക് അവരോട് കർത്താവ് പറയാണ്, അതുകൊണ്ട് നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല, അതുകൊണ്ട് ഇസ്രായേലേ ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഇത് ഞാൻ നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ന്യായവിധിയുടെ സന്ദേശമാണ് അവിടെ പറയുന്നത്. ന്യായവിധിയുടെ സന്ദേശം. യെസ്, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ന്യായവിധിയുണ്ട്. തിരിയാത്തവർക്ക് ആ ന്യായവിധി. അവങ്കിലേക്ക് തിരിഞ്ഞ് അവൻ്റെ മണവാട്ടിയായവർക്ക് ന്യായവിധിയല്ല. അവൻ്റെ മണവാട്ടിയെ ചേർക്കുവാനാണ് അവൻ വരുന്നത്. പക്ഷേ അവങ്കിലേക്ക് തിരിയാത്തവർക്ക് ന്യായവിധിക്കായിട്ടാണ് കർത്താവ് വരുന്നത്. മലാഖിയുടെ പ്രവചനത്തിലും നമ്മൾ വായിക്കുമ്പോൾ അവിടെ 2 അഗ്നിയെക്കുറിച്ച് പറയുന്നുണ്ട്. മലാഖിയുടെ പ്രവചനത്തിൽ 1 ശുദ്ധീകരിക്കുന്ന അഗ്നി, 2 നശിപ്പിക്കുന്നതായ അഗ്നി. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ പ്രത്യേകതയായിട്ട് പറയുകയാണ്. 1 ശുദ്ധീകരിക്കുന്ന അഗ്നി, അത് 1-ാമത്തെ വരവിന് ശേഷമുള്ള അനുഭവമാണ്. കർത്താവിൻ്റെ 1-ാമത്തെ വരവിൽ കർത്താവിനെ സ്വീകരിക്കുന്നവരായ ആളുകൾക്കും പീഡനവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കൊക്കെ അതെല്ലാം ഉണ്ടാകും. പക്ഷെ വേറൊരു കാര്യമുണ്ട്. അതെന്തിനാണെന്നറിയാമോ? അവൻ്റെ വരവിൽ നമ്മളെ ശുദ്ധീകരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അതിനുള്ള അഗ്നിശോധന നമുക്ക് ഉണ്ട്. എന്നാൽ അവിശ്വാസികൾക്കുള്ളത് അഗ്നിശോധനയല്ല. നമ്മൾ 3-ാം അധ്യായത്തിൽ ലേവിപുത്രന്മാർക്കുള്ള അഗ്നിയെക്കുറിച്ച് പറയുന്നുണ്ട്. മലാഖിയുടെ പ്രവചനം 3-ാം അധ്യായം 1 മുതൽ, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവൻ്റെ തീ പോലെയും അലക്കുന്നവൻ്റെ ചാരവെള്ളം പോലെയും ഇരിക്കും. അവൻ ഊതിക്കഴിക്കുന്നത് പോലെയും വെള്ളി ശുദ്ധിപ്പെടുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവിപുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കും. ഇത് കർത്താവിൻ്റെ 1-ാമത്തെ വരവിന് ശേഷം നമ്മുടെ ഈ കാലയളവിൽ ഉള്ള ദൈവമക്കൾക്കുള്ള പരിശോധനയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് നമുക്ക് അഗ്നിശോധനയുണ്ട്, പക്ഷെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള അഗ്നി അല്ല, നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള അഗ്നിയാണ്. കാരണം അവൻ്റെ വരവിൽ ശുദ്ധീകരിക്കപ്പെട്ടവരെയാണ് അവൻ എടുക്കുന്നത്. അതുകൊണ്ട് ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്നുണ്ട്. പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. കർത്താവ് അറിയാതെ അല്ല ഇതൊക്കെ സംഭവിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? അവൻ വരുമ്പോൾ, അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പറയുന്നുണ്ട്, അവൻ വരുമ്പോൾ നമ്മൾ അവൻ്റെ രൂപം കണ്ടുകൊണ്ട് വേണം അവനെ എതിരേൽക്കാൻ. അത് ഞാൻ പറയാം, നാളെ പറയാം, സമയമനുസരിച്ച് പറയാം. അപ്പോൾ ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്നു. എന്തിന്? അവൻ്റെ വരവിന് വേണ്ടി നമ്മളെ ഒരുക്കാനായിട്ട് അവൻ നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഈ ഗോൾഡ് സ്മിത്ത് തട്ടാന്മാരെന്നൊക്കെ നമ്മൾ പറയുന്ന ഗോൾഡ് സ്മിത്ത്, പൊന്നുപണിക്കാർ പൊന്ന് ഉരുക്കുന്നത് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തീക്കകത്തിട്ട്, കനലിനകത്തിട്ട് ഈ പൊന്ന് ഉരുക്കി അത് ശുദ്ധി വരുത്തുകയാണ്. അതിനകത്തുള്ള എല്ലാ ചെറിയ നമുക്ക് കാണാൻ കഴിയാത്ത ബ്ലമിഷ് പോലും, കീടൻ പോലും എന്താ സംഭവിക്കുന്നത്? അതിനെയെല്ലാം ഉരുക്കിക്കളയുകയാണ്. എന്നിട്ട് പൊന്ന് ശുദ്ധി ഉള്ളതാക്കി തീർക്കുന്നു. ഇന്ന് പൊന്ന് ശുദ്ധീകരിക്കുമ്പോൾ ശുദ്ധിയായോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമുക്ക് മാർഗമുണ്ട്. അതിനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. എത്ര ക്യാരറ്റ് സ്വർണ്ണമാണെന്നൊക്കെ അറിയാനുള്ള മാർഗമുണ്ട്. പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെ ഇല്ലായിരുന്നു. അതുകൊണ്ട് പൊന്ന് പണിയുന്നവൻ അത് ശുദ്ധി വന്നോ ഇല്ലയോ എന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അവിടുത്തെ വായിച്ചതാണ്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ പൊന്ന് ഉരുക്കി കഴിഞ്ഞിട്ട് അത് അടിച്ച് പരത്തി ഒരു പ്ലേറ്റ് പോലെ ആക്കിയിട്ട് അതിനകത്ത് ഈ പൊന്നു പണിക്കാരൻ അയാളുടെ മുഖം നോക്കും. ആ മുഖം അതിനകത്ത് പ്രതിഫലിക്കുന്നുണ്ടെങ്കിൽ ഇത് ശുദ്ധിയുള്ളതായി. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ഇതുപോലെ യേശു കർത്താവ് നമുക്ക് തരുന്ന പരിശോധനകൾ എന്തിനാണെന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ രൂപം നമ്മളിൽ പ്രതിഫലിക്കാനാണ്. യേശുവിൻ്റെ രൂപം നമ്മളിൽ പ്രതിഫലിച്ചാൽ നമ്മൾ ശുദ്ധിയുള്ളവരായി തീർന്നു.
അല്ലെങ്കിൽ പിന്നെയും ചിലപ്പോൾ തീക്കകത്തിട്ട് ഉരിക്കുന്നിരിക്കും. നമുക്ക് വരുന്ന അഗ്നിശോധന പോലും നമ്മളെ നശിപ്പിച്ച് കളയുവാനുള്ളതല്ല, നമ്മളെ ശുദ്ധീകരിച്ചെടുക്കുവാൻ വേണ്ടിയുള്ളതാണ്. എന്നാൽ ലേവിപുത്രന്മാർക്ക് അഗ്നിശോധനയാണെങ്കിൽ മലാക്കിയുടെ പ്രവചനത്തിൽ തന്നെ 4-ാമത്തെ അധ്യായത്തിൽ മറ്റൊരു അഗ്നി കാണുന്നുണ്ട്. 3-ാമത്തെ അധ്യായത്തിലെ അഗ്നിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്, ശുദ്ധീകരിക്കുന്ന അഗ്നി. 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് 1-ാമത്തെ വാക്യത്തിൽ, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അതാണ് കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ സംഭവിക്കുന്ന. അതായത് 1-ാമത്തെ വരവിൽ അവനെ അംഗീകരിച്ച ലേവിപുത്രന്മാർക്കുള്ളതാണ് പരിശോധനയുടെ അഗ്നി. എന്നാൽ ഇനി കർത്താവ് 2-ാമത് വരുമ്പോൾ പരിശോധനയുടെ അഗ്നി അല്ല, ദുഷ്ടന്മാരൊക്കെയും താളടിയാകും, വേരും കൊമ്പും ശേഷിപ്പിക്കാതെ. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയും. ഇത് ശുദ്ധീകരിക്കുന്ന അഗ്നിയല്ല, ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ അവൻ അഗ്നിയുണ്ട്, പക്ഷെ ആ അഗ്നി ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, ശുദ്ധീകരിക്കുന്ന അഗ്നിയല്ല. എന്നാൽ 2-ാമത്തെ വാക്യം വായിക്കുന്നത്, എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. ഹല്ലേലൂയ. നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നത് നീതി സൂര്യൻ രോഗോപശാന്തിയോടെ ഉദിക്കുമെന്ന്. നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, നമ്മുടെ മേൽ കർത്താവിൻ്റെ 2-ാമത്തെ വരവിങ്കൽ നമ്മുടെ മേൽ പ്രകാശം പരത്തിക്കൊണ്ട് നമ്മുടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ദിവസമാണ് അവൻ്റെ 2-ാമത്തെ വരവ്. അന്ന് അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങളും പുറപ്പെട്ട തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. കാരണം നമ്മുടെ കർത്താവ് 2-ാമത് വരുന്നു. ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക് അതാണ് നമ്മുടെ പ്രത്യാശ. അതിനുവേണ്ടിയാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്, അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ കാത്തിരിക്കുന്നുണ്ടോ? നമ്മൾ അത് നോക്കിയിരിക്കുന്നുണ്ടോ? ദുഷ്ടന്മാർക്ക് വരുന്ന കർത്താവിൻ്റെ വരവ് ദുഷ്ടന്മാർക്ക് എങ്ങനെയാണോ അങ്ങനെയല്ല നമുക്ക്. കർത്താവിൻ്റെ വരവ് നമുക്ക് വ്യത്യസ്തമാണ്. നമ്മളെ തുള്ളിച്ചാടിക്കുന്നതാണ്, നമ്മളെ ആനന്ദിപ്പിക്കുന്നതാണ്, നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്, നമ്മളെ കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാക്കുന്നതാണ്. അതിലാണോ നമ്മുടെ പ്രത്യാശ? കർത്താവിൻ്റെ 2-ാമത്തെ വരവിലാണോ നമ്മുടെ പ്രത്യാശ? അതോ ഇവിടുത്തെ കാര്യങ്ങളാണോ നമ്മുടെ പ്രത്യാശ? ഇന്നത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കർത്താവിൻ്റെ 2-ാമത്തെ വരവിലല്ല നമ്മൾ പ്രത്യാശ പലപ്പോഴും. ഇവിടെ കർത്താവ് വല്ലതും തരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് മുഴുവൻ. ഇന്ന് ഭൗമികതയിലേക്ക് നമ്മുടെ പ്രത്യാശ നീളുന്നതാണ് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. അതാണ് ഇന്ന് പ്രസംഗിക്കുന്നവർ മുഴുവൻ പ്രസംഗിക്കുന്നത് ഭൗമിക നന്മകളെക്കുറിച്ചാണ്. നിത്യതയെക്കുറിച്ചോ വരാൻ പോകുന്ന കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ നമ്മൾ എടുക്കപ്പെടുന്നതിനെക്കുറിച്ചോ ഒക്കെയുള്ള പ്രസംഗങ്ങൾ എത്ര ചുരുക്കമാണ്. നിങ്ങൾ ഈ ടി വിയിലൊക്കെ കാണുന്നതാണല്ലോ. എത്ര പ്രസംഗമുണ്ട് കർത്താവിൻ്റെ 2-ാമത്തെ വരവിനെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച്. അതിന് നമ്മളെ ഒരുക്കുന്ന പ്രസംഗങ്ങൾ ഇന്ന് കേൾക്കാൻ തന്നെ ഇല്ല. എല്ലാവരും പറയുന്നത് ഇവിടെ, ഇപ്പോൾ, ഇന്ന്. വേദവസം പറയുന്നത് അന്ന്, അവിടെ, അപ്പോൾ. ഇവിടുത്തെ പ്രസംഗം പറയുന്നത് ഇന്ന്, ഇവിടെ, ഇപ്പോൾ. യേശു ഇവിടെ, ഇപ്പോൾ, ഇന്ന്. നിനക്കെല്ലാം തരാനുണ്ട്, വരുന്നുണ്ട്. ഭൂമിയിലെ കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് അവർ പറയുന്നത്. പക്ഷേ അവരുടെ യേശുവിലുള്ള അവരുടെ പ്രത്യാശ മുഴുവൻ ഈ ആയുസ്സിൽ. നമ്മൾ കൊരിന്ത്യലേഖനം 1 കൊരിന്ത്യർ 15-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. 15-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ നാം സകല മനുഷ്യരിലും അരുഷ്ടന്മാരത്രേ. നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ.
ഇന്നത്തെ പ്രസംഗങ്ങളുടെയൊക്കെ പ്രശ്നം അതാണ്. നമ്മുടെ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് എല്ലാം പ്രത്യാശ കൊടുക്കുന്നത് ഈ ആയുസ്സിലാണ്. യേശു വന്നിട്ടുണ്ട് ഇന്ന്, ഇപ്പോൾ, ഇവിടെ നിന്നെ സമ്പന്നനാക്കാൻ, നിനക്ക് കാശ് തരാൻ, നിനക്ക് വീട് തരാൻ, നിനക്ക് കാറ് തരാൻ എന്ന് പറഞ്ഞ് യേശുവിനെ ഈ ലോകത്തിൻ്റെ ഭൗമിക സമ്പത്ത് തരുന്ന ഒരു ATM മെഷീൻ പോലെ, ATM മെഷീൻ്റെ ഇവിടുത്തെ കാർഡ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ കാശ് ഇങ്ങോട്ട് ചാടും. ഇതുപോലെ നീ യേശുവേ എന്നൊന്ന് വിളിച്ചാൽ പൈസ ചാടി വരും, പൈസ ചാടി വരും, സമ്പത്ത് ചാടി വരും, നിനക്ക് വീട് ചാടി വരും, കാറ് ചാടി വരും എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ. ഹല്ലേലൂയ. നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നു എങ്കിൽ, യേശു കർത്താവിൻ്റെ കാലത്തുണ്ടായിരുന്ന യഹൂദന്മാർ പലതരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതിലൊരു ഗ്രൂപ്പ് പരീശന്മാരാണ്. പരീശന്മാരുടെ പ്രത്യേകത, അവർ വേദപുസ്തകമൊക്കെ അംഗീകരിക്കുകയും അറിയുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും, പരീശന്മാർ, ശാസ്ത്രിമാർ, സദൂക്യർ, ഇങ്ങനെ പല ഗ്രൂപ്പുണ്ട്. ശാസ്ത്രിമാർ വേദപുസ്തകം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. പരീശന്മാർ ഈ കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നവരും. പരീശന്മാർ എത്ര മോശക്കാരാണെന്ന് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പരീശന്മാരെന്ന്, നമ്മളിപ്പം ഇന്നിപ്പോൾ ഒരു ഫ്രേസ് പോലാണ്, അവനൊരു പരീശനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കപടഭക്തനാണെന്നുള്ളൊരു അർത്ഥമേ വരുന്നുള്ളൂ. പക്ഷേ യേശുവിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെയല്ലായിരുന്നു. ഇപ്പം പൗലോസ് തന്നെ പറയുന്നത് അഭിമാനത്തോടെ പറയുകയാണ്, ഞാൻ പരീശനിൽ നിന്ന് ജനിച്ച പരീശൻ എന്ന് പറയുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ, പരീശന്മാർ ദൈവത്തെ അറിയുകയും അനുഭവിക്കുകയും ചെയ്തിരുന്നവരാണ്. അവർക്ക് സ്വർഗത്തെക്കുറിച്ച് വലിയ പ്രത്യാശ ഉണ്ടായിരുന്നു. ഭൂമിയിലും അവർ ആത്മീയ കാര്യങ്ങളിലൊക്കെ ഒരു പരീശൻ നിന്നുകൊണ്ട്, അവൻ കപടഭക്തനായിരിക്കും, പക്ഷെ അവൻ പറഞ്ഞു, ഞാൻ നേടുന്നതിലൊക്കെയും, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പ്രദാനം കൊടുക്കുന്നു. അപ്പോൾ ആത്മീക കാര്യങ്ങളിലൊക്കെ വലിയ താല്പര്യമുള്ള ഒരു സമൂഹമായിരുന്നു പരീശന്മാർ. ശാസ്ത്രിമാർ വേദപുസ്തകം പറയുകയും പഠിപ്പിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തിരുന്നവരായ ആളുകളാണ്. എന്നാൽ മൂന്നാമത്തെ കൂട്ടുണ്ട് സദൂക്യർ. സദൂക്യരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്കും ദൈവവിശ്വാസമുണ്ട്, പക്ഷെ അവർക്ക് സ്വർഗത്തിൽ വിശ്വാസമൊന്നുമില്ല, മരണശേഷം ഒന്നും ഇല്ലെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അവർ പറഞ്ഞത്, നമുക്ക് ദൈവമുണ്ട്, നമ്മുടെ ദൈവം നമുക്ക് എന്ത് ചെയ്തു തരും? റോമിൽ നിന്ന് നമുക്ക് വിമോചനം തന്ന് ഇവിടെ ഇപ്പോൾ ഈ ഭൂമിയിൽ യഹൂദനെ രാജാക്കന്മാരാക്കും, അവരെ ധനികരാക്കും. ഇന്ന് നമ്മൾ റോമിന് കരം കൊടുക്കുന്നെങ്കിൽ നാളെ റോമാക്കാർ നമുക്ക് കരം തരും. അങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിൽ, ഈ ലോകത്തിൽ, ഈ രാഷ്ട്രം മുഴുവൻ നമുക്ക് തരും. ഭൂമിയിൽ നമ്മൾ ഒരു വലിയ ജനതയായി തീരും. സ്വർഗത്തിലോ അല്ല, അത് മരിച്ചു കഴിഞ്ഞൊന്നുമില്ല, പുനരുത്ഥാനം ഇല്ല, അതിനകത്ത് അവർക്ക് വിശ്വാസമില്ല. പുനരുത്ഥാനമൊന്നും അവർക്ക് വിഷയമല്ല. അതുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് സദൂക്യർ വന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഒരു സ്ത്രീ വിവാഹം കഴിച്ച കാര്യം നിങ്ങൾക്കറിയാമല്ലോ. 7 പേരെ വിവാഹം കഴിച്ചു, 7 പേരും മരിച്ചു. ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അനിയനെ കല്യാണം കഴിച്ചു, അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ആളെ കല്യാണം കഴിച്ചു, അങ്ങനെ ഓരോരുത്തരെ കല്യാണം കഴിച്ചു, എല്ലാവരും മരിച്ചു. അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തുവാ? ഈ സ്ത്രീ പുനരുത്ഥാനത്തിൽ ആരുടെ ഭാര്യയായിരിക്കും? പുനരുത്ഥാനത്തിൽ. അവർക്ക് തന്നെ പുനരുത്ഥാനത്തിൽ വിശ്വാസമില്ല. ഏതാ ഇവന്മാർ ചുമ്മാ കളിപ്പിക്കാൻ അതായത് യേശുവിനെ വെറുതെ ഇതാക്കാൻ വേണ്ടി ചോദിക്കുന്നെന്നുള്ളതേ ഉള്ളൂ. അവർക്ക് വലിയ വിശ്വാസമൊന്നും ഉള്ള ആളുകളല്ല. യേശുവിനതറിയാം. അപ്പോൾ കർത്താവ് പറഞ്ഞു, പുനരുത്ഥാനത്തിൽ അവർ വിവാഹത്തിന് കൊടുക്കുന്നില്ല, അവർ ദൂതന്മാരെ പോലെയാകും. അവർ വിവാഹത്തിന് കൊടുക്കുന്നില്ല, വിവാഹത്തിന് എടുക്കുകയും ചെയ്യുന്നില്ല. അവിടെ ദൂതന്മാർ കല്യാണം കഴിക്കത്തില്ല, അതുപോലെ പുനരുത്ഥാനത്തിനും കല്യാണമൊന്നുമില്ല. കർത്താവ് പറഞ്ഞതാ. അപ്പോൾ യുവന്മാർക്ക് സംശയമുണ്ട്, പുനരുത്ഥാനം ഉണ്ടോ ഇല്ലയോ എന്ന്. മരിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, മോശയുടെ പുസ്തകത്തിൽ മുൾപ്പടർപ്പ് ഭാഗത്ത്, അന്ന് അധ്യായമൊന്നും വേർതിരിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഓരോ സംഭവങ്ങളൊക്കെ പറഞ്ഞാണ് ഒരു അധ്യായം മനസ്സിലാക്കി കൊടുക്കുന്നതൊക്കെ. മോശയുടെ പുസ്തകത്തിൽ പറയാൻ കാര്യം, ഈ സദൂക്യർക്ക് മോശയുടെ 5 പുസ്തകം മാത്രമേ ദൈവവചനമായിട്ട് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ. പ്രവാചകന്മാരുടെ പുസ്തകങ്ങളൊന്നും അവരങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ആ
അവർ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് അവർ വിശ്വസിക്കുന്ന വേദപുസ്തകത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ പറഞ്ഞു. കർത്താവ് അബ്രഹാമിനോട് അല്ലെങ്കിൽ മോശയോട് പറയുന്ന വേദഭാഗം മുൾപ്പടർപ്പ് ഭാഗത്ത് മോശയോട് പറയാണ്, ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു. ഇത് പറയുമ്പോൾ അബ്രഹാമും ജീവിച്ചിരിപ്പില്ല, ഇസ്ഹാക്കും ജീവിച്ചിരിപ്പില്ല, യാക്കോബും ജീവിച്ചിരിപ്പില്ല. പക്ഷേ ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവം ആയിരുന്നെന്നല്ല പറയുന്നത്, ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ആകുന്നു. എന്നിട്ട് കർത്താവ് പറയുക, അവൻ ജീവനുള്ളവരുടെ ദൈവമാണ്, മരിച്ചവരുടെ ദൈവം അല്ല. അതിൻ്റെ അർത്ഥം അന്നും അബ്രഹാമും ഇസഹാക്കും യാക്കോബും ജീവിച്ചിരിപ്പുണ്ട്, ഭൂമിയിലല്ല, പുനരുത്ഥാനത്തിൽ. അത് പറയാനാ കർത്താവ് അത് പറയുന്നത്. ഈ സദൂക്യ ക്രിസ്ത്യാനികളുടെ, ഞാനത് ഇങ്ങനെ ഇടയ്ക്ക് കയറി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, സദൂക്യ ക്രിസ്ത്യാനികളുടെ പ്രത്യേകത എന്നറിയാമോ? അവരുടെ മുഴുവൻ പ്രത്യാശയും ഈ ഭൂമിയിലാണ്. അവർക്ക് ദൈവവിശ്വാസമുണ്ട്, യഹോവയിൽ വിശ്വാസമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ യഹോവ നമുക്ക് ഇവിടെ ഇപ്പോൾ, അതാണ് സദൂക്യരുടെ വിശ്വാസം. ഇവിടെ ഇപ്പോൾ നമ്മളെ സഹായിക്കും, ഇവിടെ ഇപ്പോൾ നമ്മളെ രാജാക്കന്മാരാക്കും, ഇവിടെ ഇപ്പോൾ നമുക്ക് പണം തരും, പദവികൾ തരും, ഭരണം തരും. ഇത് തന്നെയല്ലേ ഇന്നത്തെ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സും പറയുന്നത്, ഇവിടെ ഇപ്പോൾ. അതുകൊണ്ട് ഞാനിവരെ വിളിക്കുന്നത് പരീശ ക്രിസ്ത്യാനികളെന്നല്ല, ഞാനിവിടെ വിളിക്കുന്നത് സദൂക്യ ക്രിസ്ത്യാനികൾ. ഇന്ന് ഏറ്റവും കൂടുതലുള്ളത് സദൂക്യ ക്രിസ്ത്യാനികളാണ്. സദൂക്യ ക്രിസ്ത്യാനികൾ. കാര്യം യേശു ഈ ഭൂമിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളത് എന്നുള്ളതായ ചിന്ത. യേശു ഇന്നത്തേക്ക് ഈ ലോകത്തിൻ്റെ സമൃദ്ധിക്ക് വേണ്ടി. അതുകൊണ്ട് അവർ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ലെന്നല്ല. അവരോട് ചോദിച്ചാൽ ഉണ്ടായിരിക്കും, വരുമായിരിക്കും. പക്ഷേ അവർ നിത്യതയുടെ ദർശനത്തിലല്ല ജീവിക്കുന്നത്. അവർ പ്രസംഗിക്കുന്നതും നിത്യതയല്ല. അവർ പ്രസംഗിക്കുന്നത് ഈ ഭൂമിയിൽ ഇപ്പോൾ. അടിസ്ഥാനപരമായി അവർ ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം പറയുന്നവരാണ്. യേശുവിനെ അവർ പരിചയപ്പെടുത്തുന്നത് ഭൗമിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ, ഭൗമിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി. അങ്ങനെയുള്ള വ്യക്തികൾക്ക് നിത്യതയുടെ ദർശനമുണ്ടാവുകയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അവർ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നവരാണ്, ഈ ആയുസ്സിൽ മാത്രം. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ആവശ്യം? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമ്മൾ എടുക്കപ്പെടുമ്പോൾ നമ്മൾ പിന്നീട് ജീവിക്കാൻ പോകുന്നത് നിത്യതയിലാണ്. ആ നിത്യതയുടെ ദർശനം നമുക്കുണ്ടാകണം. നമ്മുടെ പ്രത്യാശ നിത്യതയിലായിരിക്കണം. നമ്മളെ ചേർക്കുവാൻ വരുന്ന യേശു കർത്താവ്. ഈ ഭൂമിയിലല്ല നമ്മുടെ പ്രത്യാശ ആവശ്യമായിരിക്കുന്നത്, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലാണ്. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് നമുക്ക് അവസരങ്ങളെ തന്നു, നമ്മളത് ഉപയോഗിച്ചു, നമ്മൾ ദൈവമക്കളായി, നമ്മൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഇവിടെ ജീവിക്കുന്നു, എല്ലാം ശരിയാണ്. പക്ഷേ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം കർത്താവിൻ്റെ ഒന്നാമത്തെ വരവാണെങ്കിൽ നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ്. നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം ഞാനതാ നോക്കുന്നത്. എനിക്കത് മതി, എൻ്റെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്. അവൻ്റെ രണ്ടാമത്തെ വരവിലാണ് ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പൊതുവേ ഉള്ള പ്രശ്നം എന്നറിയാമോ? നിത്യതയെക്കുറിച്ചുള്ള ഒരു ടീച്ചിങ്ങുമില്ല, പഠനങ്ങളുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് എന്താ, പലപ്പോഴും നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നില്ല. പ്രത്യുത എന്താ നമ്മൾ ചിന്തിക്കുന്നത്? എനിക്ക് എങ്ങനെങ്കിലും ഈ ഭൂമിയിൽ എന്തെങ്കിലും വേണം. അതാ ഇന്ന് വന്ന് പ്രസംഗിക്കുന്നതും ആൾക്കാർക്ക് വേണ്ടത് കൊടുക്കുന്ന. ഇപ്പം ഞാൻ ജേർണലിസത്തിന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്ന് ഒരു പ്രാവശ്യം മംഗളം പത്രമല്ല, മംഗളം വാരിക, മനോരമ വീക്കിലിയേക്കാൾ കൂടുതൽ സർക്കുലേഷൻ ഉണ്ടായി. പിന്നെ അതങ്ങ് മാറി. മനോരമ വീക്കിലിയേക്കാൾ കൂടുതൽ ഒരിക്കൽ മംഗളത്തിന് ഇത് ഉണ്ടായി. അപ്പോൾ അന്ന് മംഗളത്തിൻ്റെ എഡിറ്ററായിരുന്നത് അമ്പാട്ട് സുകുമാരൻ നായരാണ്. അമ്പാട്ട് സുകുമാരൻ നായർ ഞാനും അന്ന് ഞാൻ മരുപ്പച്ച് നടത്തുന്ന സമയമാണ്. അങ്ങനെ ഞങ്ങൾക്ക് ബന്ധമുണ്ട്, സ്നേഹമുണ്ട്, എപ്പോഴും കാണും. ഒരു പ്രത്യേക മീറ്റിങ്ങിൽ വെച്ച് എൻ്റെ കൂടെ ജയകുമാർ എന്ന് പറഞ്ഞ് പൈക്കോയുടെ ലീഗൽ അഡ്വൈസർ, അവൻ ഇതാണ്. പക്ഷേ അവൻ ജേർണലിസം പഠിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുക.
ഒരു മീറ്റിങ്ങിൽ വെച്ച് അമ്പാട്ട് സുകുമാരൻ നായർ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മാസിക, അതായത് ഞങ്ങളുടെ മംഗളം വാരിക മറ്റുള്ള എല്ലാത്തിനേക്കാളും കൂടുതൽ സർക്കുലേഷൻ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇന്നാര് മരിച്ചു, മറ്റേന്ന് മറിച്ചത്, കൊലപാതകം, അതൊക്കെയാണ് ഇത് പറയുന്നത്. അപ്പോൾ ജയകുമാർ പറഞ്ഞു, സുകുമാരൻ നായർ സാറേ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. അതെന്താ? നിങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമുള്ളതല്ല കൊടുക്കുന്നത്, ജനങ്ങൾക്ക് ആഗ്രഹമുള്ളതാണ് കൊടുക്കുന്നത്. പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലായോ? നിങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമുള്ളതല്ല കൊടുക്കുന്നത്, നിങ്ങൾ ജനങ്ങൾക്ക് ആഗ്രഹമുള്ളതാണ് കൊടുക്കുന്നത്. ആഗ്രഹമുള്ളത് കൊടുത്താൽ ആളുകൾക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് ഈ പ്രസംഗകരൊക്കെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതല്ല കൊടുക്കുന്നത്, അവർക്ക് ആഗ്രഹമുള്ളത്. കാര്യം അവർക്ക് സ്വത്രാഴ്ച കിട്ടണം. ആവശ്യമുള്ളതല്ല, ആഗ്രഹമുള്ളത് കൊടുക്കുന്ന ആളുകൾ. അവരുടെ പ്രസംഗത്തിനാണ് കൂടുതൽ ആൾ വരുന്നതും, അല്ലേ? അവരുടെ പ്രസംഗത്തിന് ആൾ വരാനുള്ള കാര്യം എന്തുവാ? അവർ ആഗ്രഹമുള്ളത് കൊടുക്കുന്നു. നമുക്കിപ്പോഴും ഉള്ളൊരു പ്രശ്നം അതാണ്, ജനങ്ങളുടെ ആഗ്രഹം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അത് ആത്യന്തികമായി മനുഷ്യനെ നശിപ്പിക്കുകയാണെന്നുള്ളത് മറന്നു പോകരുത്. ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കുന്നവരുമുണ്ട്, ആവശ്യമുള്ളത് കൊടുക്കുന്നവരുമുണ്ട്, ആഗ്രഹമുള്ളത് കൊടുക്കുന്നവരുമുണ്ട്. ഇപ്പം ഞാനതിന് ഉദാഹരണമായിട്ട് ചിലപ്പോൾ പറയാറുണ്ട്, ഞാൻ ഹൈലി ഡയബറ്റിക്കാണ്. ഞാൻ ഡയബറ്റിക്കാണ്, പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ പ്രശ്നം, ഞാൻ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ വേറെ കാര്യമുണ്ട്, തൊട്ടുപോയേക്കരുത് മധുരം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുക. പക്ഷേ എൻ്റെ കൊതി ഭയങ്കര, എനിക്ക് ജിലേബി തിന്നാൻ ഭയങ്കര കൊതിയാണെന്ന് വയ്ക്കുക. അപ്പോൾ എൻ്റെ അയൽവക്കക്കാരനൊരു കാര്യം സാധിക്കണം, അവൻ വരുന്നത് 1 കിലോ ജിലേബിയും വാങ്ങിച്ചോണ്ടാണ്. അങ്ങനെ അവൻ ജിലേബി കൊണ്ട് തന്നപ്പോൾ എൻ്റെ മുഖം അങ്ങ് വികസിച്ചു. ഓ, ഇവനെന്തൊരു സ്നേഹമാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഭാര്യ പാവയ്ക്കാനീരും കൊണ്ട് വരുന്നത്. ഒരു വലിയ പാത്രത്തിൽ പാവയ്ക്കാനീരും കൊണ്ട് വരുന്നു. അപ്പോൾ എൻ്റെ മുഖം എങ്ങനെയാണ്? ചുളുങ്ങി. പക്ഷേ എനിക്ക് ആവശ്യമുള്ളത് തരുന്നത് എൻ്റെ ഭാര്യയാണ്, എനിക്ക് ആഗ്രഹമുള്ളത് അയൽവക്കക്കാരൻ കൊണ്ട് തരും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പക്ഷേ അതെന്നെ നശിപ്പിക്കത്തേ ഉള്ളൂ. ഇതുപോലെയാണ് പലപ്പോഴും ഈ പ്രോസ്പെരിറ്റി പ്രസംഗകരുടെ പ്രത്യേകത. അവർ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് തരുന്നു, പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിത്യതയുടെ ദർശനമാണ്, ഭൂമിയിലെ കാര്യങ്ങളല്ല. സദൂക്യ ക്രിസ്ത്യാനികളാകാൻ നിൽക്കരുത് പ്രിയമുള്ളവരെ. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. നിത്യതയുടെ ദർശനത്തിൽ, അതിനുവേണ്ടി നമ്മളെ തന്നെ നമ്മൾ ഒരുക്കണം. ആവശ്യമുള്ളത് കിട്ടാനല്ല, ആവശ്യമുള്ളത് നമുക്ക് കിട്ടണം, ആഗ്രഹമുള്ളത് കിട്ടാനല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വരവ് നമ്മളെ നിത്യതയിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പഠനമാണ് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ വേണ്ടി, അതിനുവേണ്ടിയുള്ള ഒരുക്കം, നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം അതിപ്പോൾ തന്നെ വേണം. നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നവരെങ്കിൽ സകല മനുഷ്യരെക്കാളും അരിഷ്ടന്മാരത്രേ. പ്രിയമുള്ളവരെ, ഈ ആയുസ്സിൽ പ്രത്യാശ വയ്ക്കുന്നവരല്ല, വരാൻ പോകുന്ന ലോകത്തെക്കുറിച്ച് ബോധ്യമുള്ളവർ, നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുന്നവർ. അതിന് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.